വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ VJR. ഓക്കെ, പേടിച്ചോയോ? ഇല്ലല്ലേ? അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ USS എക്സാം അടുക്കാണ്. ആ USS എക്സാമിന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കും. NMMSനും USSനും പൊതുവെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇമ്പോർട്ടന്റ് മോഡൽ ക്വസ്റ്റ്യൻ പഠിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ക്ലാസ് കാണുന്നതിന് മുമ്പേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വേഗം ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ക്ലാസ് പൊളിയാക്കാം. യെസ്, നമ്മുടെ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. സാധാരണഗതിയിൽ 1/2, 1/4, 1/8 എന്താ പറയാ? ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ എന്നാ പറയാ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താടാന്ന് ചോദിക്കുന്നത്. ചില കുട്ടികൾ ഇത് ചെയ്യൽ എങ്ങനെയാണെന്ന് അറിയോ? 1/2 ഈ 1/4 കൂട്ടും, കിട്ടും ഒരു ഉത്തരം. ആ ഫ്രാക്ഷൻ വീണ്ടും ഇതിനോട് കൂട്ടും, നമുക്ക് ഒരു ഉത്തരം കിട്ടും. അതും കൂടെ കൂട്ടുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ചിലപ്പോൾ അത് ഓപ്ഷനിൽ കാണൂല, തെറ്റും. അല്ലെ? ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരേപോലുള്ള ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം VJR ഒരു എളുപ്പ വഴി കൂടെ തരും. പഠിക്കാൻ നമുക്ക് ആദ്യം ഒരു 3 മോഡൽ നിങ്ങൾ പഠിച്ചെടുത്താൽ എന്റെ പൊന്നു മക്കൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ആ 3 പാറ്റേൺ ഏതൊക്കെയല്ലേ ചോദിച്ചേ? ഏതൊക്കെയാ പാറ്റേൺ ചോദിച്ചാൽ സിമ്പിളാ മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ 1 1 1 മുകളിലുള്ള നമ്പർ മുഴുവൻ ഏത് നമ്പറാ? 1 എന്ന് പറഞ്ഞ നമ്പറാണ് അല്ലേ? ദാറ്റ് മീൻസ് നടുക്ക്, അതാണ് പാറ്റേൺ നമ്പർ. മുകളിലെല്ലാം 1, നടുക്ക് ചിഹ്നമെല്ലാം പ്ലസ് ആണ്. താഴെയുണ്ട് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? 2 സ്റ്റാർട്ട് ചെയ്തിട്ട് 2ന്റെ ഇരട്ടി ഡബിൾ ആണ് 4, 4ന്റെ ഇരട്ടി ഡബിൾ ആണ് 8. അങ്ങനെ 2 സ്റ്റാർട്ട് ചെയ്തിട്ട് ഡബിൾ ആയി പോകുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇത് ചോദ്യം മുഴുവനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ലടോ. പാറ്റേൺ ഓർമ്മ ഉണ്ടല്ലോ. മുകളിലെല്ലാം 1 വരാവൂ, നടുക്കെല്ലാം പ്ലസ് വരാവൂ, താഴെ 2 സ്റ്റാർട്ട് ചെയ്തിട്ട് ഡബിൾ. എന്റെ പൊന്നു മക്കളെ, ഇത് തന്നെ പഠിപ്പിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും കൊടുത്തതാണ്. അപ്പൊ വേറെ പാറ്റേൺ വന്നാലോ എന്നുള്ളത് നമുക്ക് വേറെ പഠിക്കാം. ആദ്യം ഈ പാറ്റേൺ പഠിച്ചോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? ഈ അവസാനത്തെ ഭിന്നസംഖ്യ എടുക്കാം, ഫ്രാക്ഷൻ. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ താഴെയുള്ള 8 അതേപോലെ എഴുതിയിട്ട് 1 കുറച്ച് മുകളിൽ എഴുതിയാൽ മതിയടോ. നമ്മുടെ ഉത്തരം 7/8. ഏതാ ആൻസർ? 7/8. എന്താ ഞാൻ ചെയ്തത്? ഒന്നുമില്ല, 8 എഴുതി താഴത്ത്. ആ 8ന്ന് 1 കുറച്ച് മുകളിൽ എഴുതി. 1 കുറച്ച് എന്തുകൊണ്ടാന്നല്ലോ? ഈ 1 കുറച്ചെന്ന് വിചാരിക്കേണ്ട, അതല്ല. നമ്മൾ എഴുതുന്നവർ 1 കുറച്ചു. ഓക്കെ, കോൺസെപ്റ്റ് ശരിക്കും അത് 1 - 1/8 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. തൽക്കാലം ഇത് പഠിച്ചു വെച്ചോ. കോൺസെപ്റ്റ് നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റെഡിയാണോ? അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ചോദ്യം അടുത്തേക്ക് പോയാലോ? ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കാണുന്നില്ലേ നിങ്ങള്? സിമ്പിളാ. നമ്മളെ പാറ്റേൺ ആണ് നോക്ക്. 3 പാറ്റേൺ എന്തൊക്കെയാ? മുകളിലെല്ലാം 1, പാറ്റേൺ നമ്പർ 1 ക്ലിയർ ആണ്. നടുക്കെല്ലാം പ്ലസ്, പാറ്റേൺ 2 ക്ലിയർ ആണ്. 2ന്റെ ഡബിള്, 4ന്റെ ഡബിള്, 8ന്റെ ഡബിള്, 16 ഡബിൾ ആയിട്ട് പോകുന്നുണ്ട്. ഡബിൾ ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഇതൊക്കെ 2ന്റെ കൃതികളാണോ, പവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ. ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പാറ്റേൺ 3 ആ പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ അവസാനത്തെ ഭിന്നസംഖ്യ സെലക്ട് ചെയ്തിട്ട് താഴെയായ നമ്പർ 16 എഴുതിയിരുന്നു. ആ 16ന്ന് 1 കുറച്ച് മുകളിൽ എഴുതിയാൽ മതിയടോ. 16ന്ന് 1 കുറച്ചാൽ നമ്മുടെ ഉത്തരം ഇവിടെ സെറ്റ്. 15/16. എന്ത് സുഖമുണ്ട് അല്ലേ? ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. വേറെ പാറ്റേൺ ആണെങ്കിലോ, ചിഹ്നം പ്ലസിന് പകരം മൈനസ് ആണെങ്കിലോ, അങ്ങനെയൊന്നും വന്നാൽ അത് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ പാറ്റേൺ തന്നെ പഠിപ്പിക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയാലോ? റെഡിയാണോ പഠിക്കാൻ? യെസ്, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണോ നോക്കാം നമുക്ക് ആദ്യം അല്ലേ. മുകളിലെല്ലാം 1 ഉണ്ട്, പാറ്റേൺ 1 ക്ലിയർ ആണ്. നടുക്കൊക്കെ പ്ലസ് ആണ്, അതും പൊളിയാണ്. താഴെ ഇരട്ടിച്ച് 2ന്ന് സ്റ്റാർട്ട് ചെയ്യണേ, ഇരട്ടിച്ച് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? സിമ്പിൾ ആണ്. ആ 64 അവസാനത്തത് എടുക്കുന്നു, താഴെ തന്നെ 64 എഴുതുന്നു. 1 കുറച്ച്, എപ്പോഴും ഒരു 1 കുറയ്ക്കുക കേട്ടോ. 63. നമ്മുടെ ഉത്തരം സെറ്റ്. 63/64. അല്ലാണ്ട് ഇതൊക്കെ പാടങ്ങനെ കൂട്ടി വെക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. വേഗം എഴുതി പോര്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് വേഗം അടുത്ത മോഡലോട്ട് പോയാലോ? ഇതിന്റെ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് മോഡൽ
ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ ചില കുട്ടികളൊക്കെ ഞെട്ടിയിട്ടുണ്ടാവും, സാറേ ഇതെന്താ അത് അല്ലേ? കുറച്ച് മുന്നേ നമ്മൾ പഠിച്ച അതേ മോഡൽ സാധനം തന്നെയാണ്, പക്ഷെ ഒരാൾ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്, 1 മൈനസ്. ബാക്കിയൊക്കെ നോക്കി നോക്കിയാൽ ഈ ഒരു പോർഷൻ നോക്കി നോക്കും, നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഈ ഒരു പോർഷൻ നമ്മളെ പഴയ പോലെ തന്നെയാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്, കണ്ടോ പഴയ പോലെ തന്നെ അല്ലേ. അപ്പൊ ഇതിന്റെ മാത്രം ഉത്തരമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നേരത്തെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യേണ്ടുള്ളൂ, ഈ അവസാനത്തെ നമ്പർ എടുക്കൂ, ഫ്രാക്ഷൻ എടുക്കൂ, അതിലെ താഴെയുള്ള 16 അതേപോലെ എഴുതിയിട്ട് ഒന്ന് കുറച്ചിട്ട് മുകളിൽ എഴുതും. റെഡി അല്ലേ? സിമ്പിൾ. ശേഷം എക്സ്ട്രാ വരുന്ന ഈ 1 മൈനസ് നമ്മൾ ഇതിൽ നിന്നാണ് കുറച്ചാൽ മതി. ഇത്ര പണിയുള്ളൂ. ഇത് കുറയ്ക്കുന്നത് അറിയോ നിങ്ങൾക്ക്? ഈ 1ഉം 16ഉം ഗുണിക്കുക, ഇതിങ്ങനെ ക്രോസ് ആയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കുക. 1 × 16 16 ആണ്. ശേഷം മൈനസ് ഇത് -15, അപ്പൊ -15 ചെയ്താ ഓക്കെ, -15. എന്നിട്ട് താഴത്തുള്ള ഈ 16 താഴത്ത് തന്നെ ചെയ്ത 16 15 പോയാൽ 1 ദേ താഴെ നമുക്ക് 16 ഓൾറെഡി ഉണ്ട്. 1/16 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ചില കുട്ടികൾക്ക് ഇത് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പൊ ഞാനൊന്ന് വേഗം പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചോ. 16 × 1 ഇത് ഗുണിക്കുക, അതായത് ഈ 1ഉം 16ഉം ഗുണിക്കുക, ആ 16 ആണ് ഇത്. ശേഷം കുറയണം 15, ആ കുറയണം 15 ഇവിടെ തന്നെ ഇതാ. ഓക്കെ, ഈ 16 താഴത്തന്നെ ഇടാ. 16 15 പോയ 1, ഈ 16 താഴത്തിന്. ഇപ്പൊ ചില കുട്ടികളോടോ കുറച്ചുകൂടെ എളുപ്പവഴി ഉണ്ടോന്ന് ഞാൻ കാണിച്ചുതരാം, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് അറിയോ. ഇവിടെ എളുപ്പവഴി ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ചോദ്യം നമ്മുടെ പഴയ മോഡലൊക്കെ തന്നെയാ, ഈ ഒരു പോർഷനൊക്കെ പഴയ മോഡൽ അല്ലേ. ഒരു 1 കുറയാന്ന് പറഞ്ഞ നമ്പർ അല്ലേ വന്നത്. ഇങ്ങനെ 1 കുറയാന്ന് പറഞ്ഞ നമ്പറാണ് വരുന്നതെങ്കിൽ എന്റെ പൊന്നു മക്കൾ മനസ്സിലാക്കിക്കോ, 1 കുറയാന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ തന്നെയായിരിക്കും ആൻസർ. ഏത്? ആ ലാസ്റ്റ് ഉള്ള ഭിന്നസംഖ്യ തന്നെയായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്, 1/16. റെഡിയാണോ? സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പോയാലോ. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ പൊളിയായിട്ടിരിക്കും. ദാ ക്വസ്റ്റ്യൻ ഞാൻ വേഗം ചെയ്യാം, സമയം കളയണ്ട. ഈ ഒരു പോർഷൻ മുഴുവൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് അല്ലെ. നോക്കിയൊക്കെ, മുകളിലെല്ലാം 1, നടുക്കെല്ലാം പ്ലസ്, താഴെ 2 സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ പോകുന്നു. അപ്പൊ ഇതിന്റെ മാത്രം ഉത്തരം ഞാൻ എഴുതാം. ഇതിന്റെ മാത്രം ഉത്തരം നിങ്ങൾക്ക് അറിയാം എത്രയാ? 64 ആണ്. ആ 64 എഴുതിയതിനു ശേഷം 1 കുറച്ചിട്ട് മുകളിലിരുന്നു. പക്ഷെ ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഏതവനാ? ഈ 1 അല്ലെ. അപ്പൊ 1 മൈനസ് ആ ലാസ്റ്റ് നമ്മൾ ചെയ്ത സാധനം അല്ലെ, അത് 63/64. ഇതെങ്ങനെ ചെയ്യാൻ അറിയാലോ. 64 1 ഗുണിക്കുന്നു, 64 കിട്ടുന്നു, ഈ 63 കുറച്ചിട്ട് താഴെ ഉള്ളത് എഴുതുന്നു. എന്നിട്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടുക നിങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മുടെ ഉടായ്പ എളുപ്പവഴി നമ്മൾ എന്താ പഠിച്ചേ? 1ൽ നിന്നും കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, അവസാനത്തെ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ തന്നെയായിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഉത്തരം ആൻസർ ആയിട്ട് വരുന്നത് 1/1/64 അല്ലെ, 1/64 തന്നെയായിരിക്കും. അപ്പൊ 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയെടുത്തോ, അവസാനത്തെ ഫ്രാക്ഷൻ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക. ശ്രദ്ധിക്കണേ, 1 മൈനസ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു മക്കൾക്ക് ഞാനൊരു ചോദ്യം വർക്കായിട്ട് തരട്ടെ. ഞാൻ ആ ചോദ്യത വർക്കായിട്ട് തരാം. നിങ്ങൾ വേഗം അതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്തോളാം, കമന്റ് ബോക്സിൽ സെറ്റ് ആക്കി വിട്ടോളാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. 1 മൈനസ് അല്ലെ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ഇതിന്റെ ആൻസർ കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ സെറ്റ് ആക്കിക്കോളാം. അതോടൊപ്പം തന്നെ ക്ലാസ് മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തോളാ. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും ഈ ഉത്തരത്തിനോട് കൂടെ തന്നെ എന്ത് ചെയ്തോളാ, ഇട്ടോളാ. ഇതിന്റെ പാർട്ട് 2 വീഡിയോ, ഇതിന്റെ അപ്ഡേഷൻ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വായിക്കും. നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിന്റെ പാർട്ട് 2 കൂടെ ഞാൻ സെറ്റ് ആക്കി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ഇറ്റ്സ് മീ VJR. താങ്ക് യു.